സഖാഫി സമ്മേളനങ്ങൾ നടക്കാറുണ്ട്, സംഗമങ്ങൾ നടക്കാറുണ്ട്. ആ സംഗമങ്ങളിലൊക്കെയും ശൈഖുന വന്ന് നമുക്ക് നസീഹത്ത് നടത്താറുണ്ട്. ആ സമയത്തൊക്കെയും ശൈഖുന അഭിസംബോധന ചെയ്യാറുള്ളത് എന്റെ മക്കളെ എന്നാണ്. എന്റെ മക്കളെ എന്നാണ് വിളിക്കുക. അത് സഖാഫിമാര് മാത്രമുള്ള സദസ്സാകുമ്പോഴാണ്. ഏതൊരു സാധാരണക്കാരന്റെയും ആഗ്രഹമാണ് ആ ശൈഖുനയുടെ ഒരു ശിഷ്യനാകണം എന്നുള്ളത്. ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ലോകം ആദരിക്കുന്ന ഒരു പണ്ഡിതൻ, വിദേശ രാജ്യങ്ങളിലെ മഹത്തുക്കളായ പണ്ഡിതന്മാര് പോലും ഏറെ ആദരവോടെ കാണുന്ന ഉലമാക്കളിലെ വേറിട്ട വെള്ളി നക്ഷത്രം മഹാനായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അവர்கள். ആ ഉസ്താദിന്റെ ഒരു ശിഷ്യനാകാൻ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെയും ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെയും അതുപോലെ തന്നെ അന്ത്രുപ്പാപ്പയുടെയും കുണ്ടൂർ ഉസ്താദിന്റെയും സമീപകാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ പുണ്യാത്മാക്കൾ മഹാനായ മടവൂർ ശൈഖുനെ അടക്കമുള്ള ആളുകൾ, അവരുമായിട്ടൊക്കെ വലിയ ആത്മീയ ബന്ധം കാത്തു സൂക്ഷിച്ച ധാരാളം മഹത്തുക്കളിൽ നിന്ന് ഇജാസത്ത് സ്വീകരിച്ചിട്ടുള്ള മഹാനായ ശൈഖുന എ.പി. ഉസ്താദ് അവറുകൾ. ആ ഉസ്താദ് അവറുകളുടെ ഒരു ശിഷ്യനാകാൻ കൊതിക്കാത്ത ഏത് സഹോദര സഹോദരിയാണുള്ളത്? സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ആ ഒരു വലിയ സൗഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ഈ വരുന്ന 19-ാം തീയതി നിങ്ങളുടെയൊക്കെ യൂണിറ്റുകളിൽ, നിങ്ങളുടെയൊക്കെ മഹല്ലുകളിൽ, 5000-ത്തിലധികം വരുന്ന പ്രദേശങ്ങളിൽ ശൈഖുന ഉസ്താദ് അവറുകൾ ഏതാണ്ട് 2 മാസക്കാലത്തോളം ഉസ്താദ് അവറുകൾ സമയം നീക്കിവെച്ച് ഉസ്താദിന്റെ തിരുകരങ്ങളാൽ രചിക്കപ്പെട്ട 30 അധ്യായങ്ങളുള്ള ഒരു കിതാബ്. ആ കിതാബ് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ബുധനാഴ്ച ജൂൺ 17 വൈകുന്നേരം 3:30 മർക്കസിലെ കൺവെൻഷൻ സെന്ററിൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഈ കിതാബ് ഓതിക്കൊടുക്കുന്ന മുദർരിസുമാർ, അതിൽ സഖാഫിമാരുണ്ട്, സഅദിമാരുണ്ട്, ഹസനിമാരുണ്ട്, വിവിധ ബിരുദധാരികളായ പണ്ഡിതന്മാരുണ്ട്, ബിരുദമില്ലാത്ത ഉസ്താദുമാരുണ്ട്. അവർ ശൈഖുനയുടെ വിളി കേട്ടുകൊണ്ട് ആ പുഞ്ചിരി പൂതൂകുന്ന പൂമുഖത്ത് ശൈഖുനയുടെ തിരുമുറ്റത്ത് ആയിരക്കണക്കിന് വരുന്ന ഉലമ ഒരുമിച്ച് കൂടുകയാണ്. എന്തിന്? ഉസ്താദ് രചിച്ചിട്ടുള്ള ഈ കിതാബ് ഓതിക്കൊടുക്കാൻ ശൈഖുന ഇജാസത്ത് കൊടുക്കുമ്പോ ആ ഇജാസത്ത് സ്വീകരിക്കാൻ വേണ്ടി, ആ കിതാബ് എങ്ങനെ ഓതിക്കൊടുക്കണമെന്ന ട്രെയിനിങ് അവിടെ നൽകുമ്പോ അതിന്റെ പരിശീലനം നേടിയെടുക്കാൻ വേണ്ടി, ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ഉലമ ഒത്തുകൂടുമ്പോൾ അന്നേരം ഉസ്താദിന്റെ മനസ്സിലേക്ക് വരുന്നൊരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉസ്താദിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ സ്നേഹവും കടപ്പാടും ഇതല്ലേ? ഇനി അതിനുശേഷം ആ ഇജാസത്ത് കിട്ടി, ആ പരിശീലനം നേടി ഈ ആയിരക്കണക്കിന് വരുന്ന ഉലമാക്കൾ ഗ്രാമങ്ങളിൽ, മഹല്ലുകളിൽ, നമ്മുടെയൊക്കെ യൂണിറ്റുകളിൽ ഈ കിതാബ് ആഴ്ചയിൽ ഒരു തവണ ഓതിക്കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന മുഴുവൻ ആളുകളോട്, സഹോദരിമാരോടുൾപ്പെടെ നമ്മളെല്ലാവരും നമ്മുടെ യൂണിറ്റുകളിൽ നിന്ന് ഇതിന്റെ പഠിതാക്കളായി രജിസ്റ്റർ ചെയ്യുകയും 30 പാഠങ്ങൾ ശൈഖുനയുടെ ഈ കിതാബിൽ നിന്ന് നാട്ടിലെ മുദർരിസുമാരിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് കേട്ടതിന് ശേഷം ഇൻഷാ അല്ലാഹ് അവസാനത്തെ ഒരു അധ്യായം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അവറുകൾ, ശൈഖുന ഉസ്താദ് അവറുകൾ സമസ്തയുടെ സമാപന സമ്മേളനം വാദി ഹറമൈനിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശൈഖുന അവിടെ വെച്ച് ഓതിത്തരികയാണ്. എല്ലാ സാധാരണക്കാരും ആലിമുകളും അല്ലാത്തവരുമായിട്ടുള്ള ആ ബാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന, ലോകം ഉറ്റുനോക്കുന്ന ഐതിഹാസികമായ മഹാസമ്മേളനം, അതാണ് വരാനിരിക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം. കേവലം ഒരു ആൾക്കൂട്ടം അങ്ങ് ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോവുകയല്ല. ഇതിന്റെ ഭാഗമായി ധാരാളം കർമ്മ പദ്ധതികളുമായി സമസ്തയുടെ സെന്റിനറി ആഘോഷ പരിപാടികളിലൂടെ
കേരള മുസ്ലിം ജമാഅത്തും SYS-നും SSF-നും ഒക്കെ വ്യത്യസ്തമായ കർമ്മ പദ്ധതികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കും അന്ന് ലൈവായിട്ട് ശൈഖുനയുടെ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശൈഖുനയുടെ ശിഷ്യന്മാരാവുകയാണ്. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി അല്ലാഹു നമ്മുടെ ശൈഖുനാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ